ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്നറിയാതെ കുറച്ച് നേരത്തെ എണീച്ച് പോയിട്ടുണ്ട്. നല്ല വിശക്കുന്നുണ്ട്. നമുക്ക് പോയിട്ട് എന്താ കഴിക്കാനുള്ളത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓട്ടൈറ്റിനിടെയാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ ഇറ്റ്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പോയെടുത്തിട്ടുണ്ട്. ഇന്ന് ഗംഭീര ബ്രേക്ക്ഫാസ്റ്റാണ് ഗൈസ്. ഇന്നലത്തെ ഐഷയുടെ ചിക്കൻ റോസ്റ്റും പിന്നെ 2 ബ്രെഡുമാണ് ഞാൻ ഇന്ന് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിക്കാം. ആദ്യം ഒരു പീസ് ബ്രെഡ് എടുക്കുക. പിന്നെ നമ്മുടെ ഗ്രേവിക്കകത്തോട്ടേക്ക് നല്ലപോലെ അതിനെ ഇങ്ങനെ ആക്കാം. ഫുള്ളിങ്ങനെ മിക്സാക്കാം. എന്നിട്ട് ഇതിനകത്ത് നല്ല എല്ലുള്ള പീസ് നോക്കി ചൂട് ഓക്കെ ഒരു പീസ് എടുത്ത് നമ്മുടെ ബ്രെഡിൽ വെക്കാം. എന്നിട്ടൊരു ഗംഭീര സ്റ്റാർട്ടാണ് ഗൈസ്. ആകെ 2 ബ്രെഡ് കഴിക്കുന്നുള്ളൂ. കാരണം ഉച്ചക്ക് നമുക്ക് നല്ല അടിപൊളി ചോറും കറിയൊക്കെ ഉണ്ടാവും. അപ്പം ഇപ്പം കഴിച്ച് നല്ലപോലെ കഴിച്ചാൽ നമുക്ക് വിശക്കത്തില്ല. നമ്മളിപ്പോൾ കോളേജിലല്ലാത്തതുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ആക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെച്ചാൽ മതി. ഞാൻ തൈര് എടുത്തിട്ട് കേട്ടോ. തൈര് നല്ല കോംബോയാണ്. അപ്പോൾ അതായത് നമ്മുടെ തൈര് കിട്ടിയിട്ടുണ്ട്. ഇത് അരുൺ ഐസ്ക്രീംസ് എന്ന് മേടിക്കുന്നത് കേട്ടോ. അവിടെ നിന്ന് മേടിക്കുന്ന തൈരാണ്. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇതിന് ഒരുപാട് ഫാനുണ്ട്. ഈ ഐസ്ക്രീമിന് ഐസ്ക്രീമെന്ന് ഈ എന്താ പറയുക തൈരിന് ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് മിൽക്കി മിസ്റ്റ് ഇഷ്ടമാണ് കേട്ടോ. ഞാനങ്ങനെ പക്ഷാപാതം കാണിക്കാറില്ല. പക്ഷെ എൻ്റെ അനിയത്തിമാരങ്ങനെയല്ല, പക്ഷാപാതികൾ. അടിപൊളിയാണ്. ആ തൈരിൻ്റെ ആ ഒരു ചെറിയ പുളിയും കറിയുടെ നല്ല എരിവും ഇട്ട് കഴിക്കുമ്പോൾ നല്ല ക്രീമിയാണ്. അടിപൊളിയാണ്. എല്ലാവരും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് പറയാറുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ബിക്കോസ് ഹെൽത്തിന് അത്ര നല്ലതല്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം ഇതാക്കാറുണ്ട്, കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ തീർക്കട്ടെ. ഓക്കെ ഗൈസ്, നമുക്ക് മധുരമായിട്ട് ഇന്നലെ വാപ്പിച്ച് മേടിച്ചോണം വന്നതാണിത്. ബൂസ്റ്റ് ബിസ്ക്കറ്റ്. താഫ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ ആലപ്പുഴയിൽ. അവിടെ ഇവർ ബൂസ്റ്റ് ബിസ്ക്കറ്റ് വിൽക്കുന്നതിന് മേടിച്ചോണം വന്നതാണ്. നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. നാങ്കട്ടായി എന്നുള്ള സ്വീറ്റ് ഉണ്ട്, ഇതുപോലെ ബിസ്ക്കറ്റ്. അതിൻ്റെ ഒരു സ്മെല്ലുണ്ട്. നട്ട്സൊക്കെ ഇഷ്ടമുള്ളവരല്ലേ. ചെറിയൊരു ബൂസ്റ്റിൻ്റെ ടേസ്റ്റ് ഉണ്ട്, പക്ഷേ മോർ നാൻകട്ടായുടെ ടേസ്റ്റാണ്. കൊള്ളാട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇന്ന് ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഡിഷസ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് നമ്മുടെ ചൂട് ചോറ്, പിന്നെ നല്ല വെണ്ടയ്ക്ക കറി. വെണ്ടയ്ക്ക ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എനിക്കിഷ്ടമല്ലെന്ന്, പക്ഷേ ഞാനിപ്പോൾ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഐഷ ഉമ്മയുടെ കാല് പിടിച്ചുണ്ടാക്കിപ്പിച്ചതെന്നാണ് ഐഷ അവകാശപ്പെടുന്നത്, പക്ഷേ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. പിന്നെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മ ചെമ്മീൻ റോസ്റ്റ് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെമ്മീൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് ചെമ്മീൻ വെച്ച് വേറൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വെള്ളയാണോ എന്ന് പറയും, മുരിങ്ങയ്ക്കയും കുമ്പളങ്ങയും പിന്നെ ചെമ്മീനും കൂടെ വെച്ചിട്ടുണ്ടാക്കും. നല്ല പുളിയൊക്കെ ഇട്ടിട്ട് അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. ഈ കറിയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്നത്തേൽ. കാരണം വെണ്ടയ്ക്ക കറിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ മത്തി പൊരിച്ചതുണ്ടായിരുന്നു. ഈ ചോറും ആ കറിയും ഒക്കെ കൂടെ അടിപൊളി ടേസ്റ്റായിരുന്നു. ആ പുളി ഇറങ്ങിയ കറിയായിരുന്നു ഏറ്റവും അടിപൊളി. അതും വെണ്ടയ്ക്ക കറിയും കൂടെ കുഴക്കാൻ വേണ്ടി അടിപൊളിയായിരുന്നു. അത് വിട്ട് കുഴച്ച് കാരണം ഞാൻ വെണ്ടയ്ക്കയുടെ ആ ടേസ്റ്റ് അത്രയ്ക്ക് അറിഞ്ഞില്ല. പിന്നെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റും കുറച്ച് വെച്ച്, പിന്നെ വേറൊരു സംഭവം ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലേ, ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ വൻപയറും പിന്നെ ചെറുപയറും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് വെച്ചതായിരുന്നു. അത് എനിക്കൊന്ന് ലെഫ്റ്റ് ഓവർ ആവുന്നതാണ് തോന്നുന്നത്. നമ്മുടെ വീട്ടിലൊന്നും വേസ്റ്റ് ചെയ്യത്തില്ല ഗൈസ്, ആരും ഭക്ഷണമൊന്നും വേസ്റ്റ് ചെയ്യില്ല. പിന്നെ മത്തി പൊരിച്ചതുണ്ടായിരുന്നു. ഇപ്പം മത്തിയുടെ സീസണാണല്ലോ, അതുകൊണ്ട് മത്തി പൊരിച്ചതുണ്ടായിരുന്നു. എൻ്റെ എക്സ്പ്രഷൻ ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടത്. ഭയങ്കര അടിപൊളി ഫുഡായിരുന്നു. വാപ്പിച്ച് ഉമ്മിച്ച് എല്ലാവരും കൂടി ഇരുന്നതാണ് തിന്നുന്നത്. ഞാൻ ഇവിടെ സൗണ്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലായി, പ്രൈവസി റീസണിന് അവരെൻ്റെ യൂട്യൂബ് അടച്ചു പൊട്ടിപ്പിക്കും ഗൈസ്. എൻ്റെ വയറ് ശരിക്കും നിറഞ്ഞു ഗൈസ്. ഇനി എനിക്ക് വയ്യ, ഒന്നിനും വയ്യ. ഇനി നമ്മൾ കിടക്കുകയാണ്. ഇനി വൈകുന്നേരത്തെ സ്നാക്സ് എന്താ നമുക്ക് വെക്കാം ഗൈസ്. വിശന്നിട്ട് എൻ്റെ അണ്ടകാരം പോയി. അതുകൊണ്ട് ഞാൻ നമുക്കിപ്പോൾ മാഗി ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം നമ്മളത് ഇസ്രായേലിലെ പ്രൊഡക്റ്റാണെന്ന് അറിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ ഇൻഡോമിയാണ് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. കാണിച്ചു തരാം.
കണ്ടോ ഗൈസ്, നല്ല മുട്ടയൊക്കെ ഇട്ട്. എനിക്ക് ഇൻഡോമിയുടെ മറ്റേ വെള്ള പാക്കറ്റില്ല, അതാട്ടോ ഇഷ്ടം. അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം ഗൈസ്. ഗൈസ്, എൻ്റെ കുക്കിംഗ് ഒരാളതേ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ചൂടുണ്ടേ എപ്പടി ഇത്ര എക്സ്പ്രഷനേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അവൾക്ക് കുശുമ്പ, എന്നിട്ട് അവൾ കാണിക്കാത്തതാ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നാ ടേസ്റ്റ് എന്താ പറയുക. ഞാൻ ഉണ്ടാക്കുന്ന ഇൻഡോമി വൗ, ആരും പൊക്കി പറഞ്ഞില്ലേലും ഞാൻ എന്നെ പൊക്കി പറയും. ഇനി തരത്തില്ല ഗൈസ്, വെറുതെ ഇങ്ങനെ കൊള്ളാതെ അത് എവിടെ വന്ന് നിൽക്കുക ഇനി കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ടേസ്റ്റ് ആക്കട്ടെ. സൂപ്പർ. ബാ, അടുത്ത ആൾ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാവരും കൂടെ ടേസ്റ്റ് ചെയ്യുമ്പോൾ തീരും. ചൂടാണ്. പക്ഷെ വിളിച്ചു വരുത്തിയില്ലല്ലോ കേസ്. നമ്മളിപ്പോൾ എന്തുണ്ടാക്കിയാലും എല്ലാവരും വന്ന് തിന്നും. അല്ല, ഒരു സ്പൂൺ എന്നാണ് പറഞ്ഞത്. അപ്പോൾ കൊള്ളാമെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇപ്പില്ല പക്ഷെ എന്നാൽ സൂപ്പ് എടുത്തിട്ട് തരാമോ? ഇത്ര കഴിക്കണ്ടായിരുന്നു. ടേസ്റ്റൊക്കെ തന്നെ തരുന്നത്. കുറച്ച് ഉപ്പ് എടുത്ത് തരുമോ എന്നാൽ? കേസ് ഒരു ഉപ്പിൻ്റെ കുറവുണ്ടെന്നാണ് അവർ പറയുന്നത്. കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഒരു സ്പൂൺ എന്ന് പറഞ്ഞൊരു അലവല, അത് 2 സ്പൂൺ കഴിച്ചു കേസ്. കുറച്ച് ഉപ്പ് ആഡ് കൊടുക്കാം. എന്തായാലും മറ്റേ പടയില്ലേ കിലുക്കത്തിനകത്ത് തിലകിനെ കൊണ്ട് നോക്കത്തില്ലേ, ഓരോന്ന് വെച്ചിട്ട് കൊടുക്കും ഇങ്ങനെ. എന്നാൽ ഉപ്പ് മുളക് എല്ലാം കൊണ്ട് നോക്കണോ, ഞാൻ എല്ലാം കൂടെ തനി ഉണ്ടാക്കാറില്ല. അതുപോലത്തെ അവസ്ഥ. പക്ഷേ ഞാൻ പോയിട്ട് പെരുന്നാളിൻ്റെ ഉടുപ്പെടുത്തു. നിങ്ങളൊക്കെ പെരുന്നാളിൻ്റെ ഉടുപ്പെടുത്തോ? അതാണ് എൻ്റെ മുഖത്ത് ലിപ്സ്റ്റിക്കും ഇതൊക്കെ കിടക്കണേ. പക്ഷെ എൻ്റെ മോനെ ഷോപ്പിങ്ങിന് പോകണമെന്നാണ് ഏറ്റവും ഇടങ്ങാറ്. നമ്മൾ മറ്റേ ഈ ബമ്മയ്ക്കിട്ട് കൊടുക്കുന്ന കാണുമ്പോൾ വിചാരിക്കും വാ സൂപ്പർ. എന്നാൽ നമ്മളിടാൻ വേണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. പക്ഷെ അവസാനം ഞാൻ പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇനി പക്ഷെ അതിന് ഓൾട്ടറൊക്കെ ചെയ്യണം. വയ്യ. ഉപ്പ് കറക്റ്റായോ നമുക്ക് നോക്കാം കേട്ടോ. സൂപ്പർ. ഉപ്പിട്ടപ്പോൾ ശരിക്കും അടിപൊളി കേസ്. ഇവർക്കൊക്കെ ഇത് മധുരമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ പിന്നെയും പറയാണ്, ഇതിനകത്ത് മധുരത്തിൻ്റെ ഒരു സോസ് ഉണ്ട്, അത് ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആ മധുരത്തിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മുളകും കൂടെ ആഡ് ചെയ്യണം. ഞാൻ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യും. പക്ഷേ അതിൻ്റെ ഒപ്പം ഏറ്റവും മെയിനായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് ചില്ലി ഫ്ലേക്സ് ഇല്ലേ, അതിങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടെ. അത് ആഡ് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ഉണക്കമുളകില്ല, അതാണ്, അത് മിക്സിക്കകത്ത് അടിച്ച് കഴിഞ്ഞാൽ പൊടിയായിട്ട് കിട്ടും. അത് ആഡ് ചെയ്ത് കൊടുത്താൽ സൂപ്പറാണ്. അടിപൊളി. ഞാനപ്പോൾ തീർക്കട്ടെ. ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ ഇത്രയും ഫുഡേ കഴിക്കുന്നുള്ളൂ. എനിക്ക് നല്ല തലവേദനയുണ്ട്, എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഉറങ്ങാത്തതുകൊണ്ടായിരിക്കും. അപ്പം ഇന്നിനി പ്രത്യേകിച്ച് വേറെ ഒന്നും കഴിക്കാനെങ്കിൽ ഇനി മൂഡ് തോന്നാനുള്ള തലവേദന കാരണം. അതുകൊണ്ട് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്ത് മറക്കണ്ട. ഓക്കെ, ബൈ.